പാലക്കാട് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാനും V4 പട്ടാമ്പി നേതാവുമായ TP ഷാജിയും 200ഓളം പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നു. KPCC ആസ്ഥാനത്ത് സണ്ണി ജോസഫ് അംഗത്വം നൽകി സ്വീകരിച്ചു. പ്രാദേശിക പ്രശ്നങ്ങളെ തുടർന്നാണ് ഷാജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് LDF-മായി സഹകരിച്ചത്. നഷ്ടമായ നഗരസഭാ ഭരണം കോൺഗ്രസിന് തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്ന് TP ഷാജി പറഞ്ഞു. ഷിജോ കുര്യൻ വീരളുമായി ചേരുന്നു. ഷിജോ, എത്ര വർഷം മുമ്പാണ് ഇയാൾ കോൺഗ്രസുമായി പിണങ്ങിയത്? കഴിഞ്ഞ 5 വർഷം മുമ്പായിരുന്നു ഈ UDF-ൽ നിന്ന് മാറി CPM-ഉമായിട്ട് സഹകരിച്ചുകൊണ്ട് പട്ടാമ്പി നഗരസഭയിൽ V4 പട്ടാമ്പി എന്നുള്ള ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് TP ഷാജിയും പ്രവർത്തകരും CPM ഭാഗമായി പ്രവർത്തിച്ചിരുന്നത്. പട്ടാമ്പി നഗരസഭയിൽ വൈസ് ചെയർമാൻ ആയിരുന്നു TP ഷാജി. പിന്നീട് അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിലാണ് CPM-ൽ നിന്ന് വീണ്ടും തിരികെ UDF-ലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൽ നിന്നാണ് TP ഷാജിയും ഏതാണ്ട് 180 വരുന്ന V4 പട്ടാമ്പി എന്ന് പറയുന്ന സംഘടനയിലെ പ്രവർത്തകരും അംഗത്വം സ്വീകരിച്ചത്. ഇന്നത്തെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വീണ്ടും V4 പട്ടാമ്പി എന്ന് പറയുന്ന സംഘടന കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ രൂപീകരിച്ച ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ നിന്നുള്ള ആളുകൾ വീണ്ടും തിരിച്ച് കോൺഗ്രസിലേക്ക് വരുന്നത് സന്തോഷമുള്ള കാര്യമാണ്. കോൺഗ്രസിന് നഷ്ടമായിട്ടുള്ള പട്ടാമ്പി നഗരസഭാ ഭരണം ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി UDF അംഗത്വം സ്വീകരിച്ചുകൊണ്ട് TP ഷാജിയും പ്രവർത്തകരും പറഞ്ഞു. അജിംസ്. ശരി, ഏതായാലും ഷാജിയുടെ പ്രതികരണത്തിലേക്ക്. ഈ V4 പട്ടാമ്പി കൂട്ടായ്മ എന്ന് പറയുന്നത് ആത്യന്തികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവരുടെ കൂട്ടായ്മയാണ്. അത് KSUവിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകൾക്കൊക്കെ സ്വന്തം പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരവും കടന്നു ചെന്നു കഴിഞ്ഞാൽ അർഹമായ ഒരു അംഗീകാരം നൽകാമെന്ന് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. എന്തായാലും ഈ ഒരു തീരുമാനത്തിലൂടെ പട്ടാമ്പിക്ക് നഷ്ടപ്പെട്ട പട്ടാമ്പി നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ പട്ടാമ്പി നിയോജക മണ്ഡലം 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. അതും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. V4 പട്ടാമ്പി ഇല്ലാതായി. V4 പട്ടാമ്പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണ്. ബാക്കിയുള്ള കൗൺസിലർമാർ ഇത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ രാജിവെച്ചത്. മറ്റുള്ള കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സീറ്റ് നിർണയത്തിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മത്സരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് രാജിവെച്ച ശേഷം മത്സരിക്കുക, അല്ലെങ്കിൽ അവരുടെയൊക്കെ കാലാവധി. സാജിദ് അജ്മൽ കൂടി ചേരുന്നു പാലക്കാട് നിന്ന്. സാജിദ്, ഈ പട്ടാമ്പിയിൽ മാത്രമാകുമോ ഈ ഷാജിയുടെ തിരിച്ചുവരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുക? ഈ പട്ടാമ്പി നഗരസഭയിൽ ഗുണം ചെയ്യുമെന്നതിൽ സംശയമില്ല. ഇത് കൂടാതെ പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ ആലപ്പുഴ, നെല്ലായ തുടങ്ങിയ കൂടി അതിന്റെ ഒരു ഗുണം ഉണ്ടാകുമെന്നാണ് ഈ കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ഈ ഷാജി യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, DCC സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നേരത്തെ ഉണ്ടായിരുന്ന നഗരസഭാ ചെയർമാൻ KSBA തങ്ങളുമായുള്ള ചില അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസുമായി V4 പട്ടാമ്പി എന്നൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും മത്സരിച്ച് 6 കൗൺസിലർമാർ നേടിയത്. അങ്ങനെ വൈസ് ചെയർമാനായി ഈ ഷാജിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. LDF ഈ V4 പട്ടാമ്പിയുടെ ഒരു കരുത്തിലാണ് ഭരണം നടത്തി വരുന്നത്. ഷാജി പോകുമ്പോൾ സ്വാഭാവികമായും അതിൽ സംശയമില്ല. പക്ഷേ ഈ V4 പട്ടാമ്പിയുടെ എല്ലാ കൗൺസിലർമാരും നിലവിൽ കോൺഗ്രസിൽ ചേർന്നിട്ടില്ല. അതിൽ ഒരാൾ ഈ V4 പട്ടാമ്പിയുടെ പേരിലാണ് മത്സരിച്ചതെങ്കിലും അവർ വെൽഫെയർ പാർട്ടിയുടെ ഈ സ്ഥാനാർത്ഥി ആയിരുന്നു. ഈ ഭൂരിഭാഗം പ്രത്യേകിച്ച് ഈ ഷാജിക്ക് നിൽക്കുന്ന യുവാക്കളായ നിരവധി ആളുകളുണ്ട്. അവരെല്ലാം തന്നെ ഈ കോൺഗ്രസിന്റെ പറയുന്നത് ഈ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് 7ഉം കോൺഗ്രസിന് 4ഉം കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത്. 6 കൗൺസിലർമാരാണ് V4 പട്ടാമ്പിക്ക് ഉണ്ടായത്. അത് ഈ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകളാണ് പലതും V4 പട്ടാമ്പിക്ക് പോയത്. അത് തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ആ രീതിയിൽ അദ്ദേഹം ഈ ചെയർമാൻ സ്ഥാനം തന്നെ സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്.